ഒരു ഇടതുപക്ഷ ഭരണവും ഒരു UDF ഭരണവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇടതുപക്ഷ ഭരണം വ്യക്തമായ നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. UDFിൻ്റെ ഭരണം സമ്മർദ്ദ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് കേരളത്തിലെ UDF ഭരണം നമ്മൾ കണ്ടിട്ടുള്ളത്. ഈയിടെ ഞാൻ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ല. ഈയിടെ ഒരു വാർത്ത കണ്ടതായി. ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ല. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമേ ഇല്ല. എന്താ അങ്ങനെ ഒരു പ്രചരണം നടത്തിയത്? എന്നാൽ നമ്മുടെ അനുഭവം എന്താ? മന്ത്രിസ്ഥാനത്തിൻ്റെ എണ്ണം സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുന്നത് കേരളം കാണുകയുണ്ടായി. അത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ കേരളം അനുഭവിച്ചതാണ്. ആ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇല്ലാത്ത ഭരണമാണ് ഇപ്പോൾ നടന്നത്. സംസ്ഥാന താല്പര്യത്തിനാണ്, സ്ഥാപിത താല്പര്യത്തിനല്ല. ചില രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാപിത താല്പര്യത്തിന് കാര്യങ്ങളെ വിധേയമാക്കുന്ന പ്രവർത്തനം. അതെന്തിനാ? ഏതാ സ്ഥാപിത താല്പര്യം? വ്യത്യസ്തങ്ങളായ സമ്പന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ, വ്യത്യസ്തങ്ങളായ സമ്പന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ സംസ്ഥാന ഭരണം ഉപയോഗിച്ച് സംരക്ഷിച്ചു കൊടുക്കുക. ആ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെയും സ്ഥാപിത താല്പര്യങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുക. അതാണ് UDF ഭരണം എന്ന് പറയുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ട് എല്ലാവർക്കും കേരളത്തിൻ്റെ പൊതു വളർച്ച എന്നുള്ള നിലയിൽ വ്യക്തതയുള്ളൊരു മാനിഫെസ്റ്റോ മുന്നിൽ വെച്ച് മുന്നോട്ട് പോവുകയാണ്. നല്ല സ്വീകാര്യത. UDF എന്താ ഒരു ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക പഴയ മുൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരിലാണ് ആ ഗ്യാരണ്ടി. അത് അവര് പ്രധാനമന്ത്രി ആകുമ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി ആകാൻ വേണ്ടി മുദ്രാവാക്യം വെച്ചിരുന്നു. ഗരീബി ഹടാവോ എന്നായിരുന്നു മുദ്രാവാക്യത്തിന് പേര്. ഗരീബി ഹടാവോ. ആ ഗരീബി ഹടാവോ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യരുടെ എണ്ണം വർദ്ധിപ്പിച്ചതല്ലാതെ ഒരു ദാരിദ്ര്യവും ഇല്ലാതാക്കിയില്ല. അപ്പൊ ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണല്ലോ. അപ്പൊ ഗരീബി ഹടാവോ എന്ന് പറഞ്ഞ് ആളെ പറ്റിച്ച പഴയ കാലത്തിന്റെ ഓർമ്മ വെച്ച് കേരളത്തിൽ വ്യാജ പ്രതീക്ഷകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാം എന്നാണ് നമ്മൾ UDF വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ആലോചിച്ചത്. വല്ല സംശയമില്ലുണ്ടോ? കുത്തിനു പിടിച്ച് മന്ത്രിസ്ഥാനം ചോദിച്ചു മേടിക്കുന്ന ഒരു അനുഭവം കേരളത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായല്ലോ. അത് ഈ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ കേട്ടുകേൾവിയില്ലാത്തതിന് അതല്ലേ പ്രശ്നം. അതാണ് സമ്മർദ്ദങ്ങൾ. അത്തരം സമ്മർദ്ദം കഴിഞ്ഞ ഒരു ദശാബ്ദകാലം ഇവിടെ ഇല്ല. സമൂഹ താല്പര്യത്തിനാണ് മുൻഗണന. ആ സമ്മർദ്ദ താല്പര്യം വരുന്ന ആരുടെ താല്പര്യത്തിനാ? സമ്മർദ്ദം ചെലുത്തിയുള്ള പിടിച്ചുവാങ്ങൽ ചില സമ്പന്ന താല്പര്യം കൂടി ഉള്ളതാണ്. അത് കൂടി ചേരുന്നതാണത്. അപ്പോഴാണ് അത്തരം പിടിച്ചുവാങ്ങലുകൾ ഉണ്ടാവുക. അതില്ലാത്ത ഒരു കാലം ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഡയമണ്ട് ടൈം നൗ. സഫ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് ക്യാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.